മാരക ആയുധങ്ങളും ലഹരി മരുന്നുകളുമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പിടികൂടിയ ഗുണ്ടാ സംഘത്തെ റിമാൻഡ് ചെയ്തു. കൊടകര കുഴൽപ്പണക്കേസ് പ്രതി മാർട്ടിന്റെ നേതൃത്വത്തിലുള്ള 34 അംഗ സംഘത്തെ കഴിഞ്ഞ ദിവസം 100-ലധികം പോലീസുകാർ ചേർന്നാണ് പിടികൂടിയത്. ഗുരുതര കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നതിനായി ഈ പ്രതികൾ ഒത്തുചേർന്നതിൽ അന്വേഷണം വിപുലപ്പെടുത്തുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അറിയിച്ചു. ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായാണ് തൃശൂർ റൂറൽ പോലീസിന്റെ നടപടി. ദിവസങ്ങളായുള്ള നിരീക്ഷണത്തിനൊടുവിലാണ് ചേർപ്പ് പനംകുളത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തെ വീട്ടിൽ നിന്നും 34 ഗുണ്ടകൾ പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ജന്മദിനാഘോഷത്തിനെന്ന പേരിൽ ഒത്തുകൂടിയ പ്രതികളെ വീട് വളഞ്ഞ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞങ്ങൾ ഇവരെവിടെയാണ് കൂടാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സൂചന കിട്ടിയത് ഒരു 5 ദിവസം മുമ്പാണ്. പക്ഷേ 5 ദിവസം മുമ്പ് ഞങ്ങൾക്ക് വിവരം കിട്ടിയപ്പോൾ തന്നെ അവർ ഒരുമിച്ച് കൂടിയാൽ ഒരുമിച്ചെടുക്കാം, ഒരാളെ പോലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ഇവർ മുഴുവൻ പേര് ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇവർ കൂടിയ സ്ഥലം ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. അവർ ഒരുമിച്ചെത്തിയതിന് ശേഷമാണ് ഇന്നലെ രാത്രിയിൽ ഒരു ജോയിൻ്റ് ഓപ്പറേഷനിലൂടെ ഇവരെല്ലാം പിടിച്ചത്. കൊലപാതകം, കവർച്ച, ബലാത്സംഗം തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട 100-ലധികം കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. കൊടകര കുഴൽപ്പണക്കേസ് പ്രതി മാർട്ടിൻ, പുതുക്കാട് ചാൾസ് ബെഞ്ചമിൻ കൊലക്കേസ് പ്രതി അനുരാജ് അടക്കം കുപ്രസിദ്ധ കുറ്റവാളികളും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. ഇവർ ഒത്തുചേർന്ന വീട്ടിൽ നിന്ന് മാരകായുധങ്ങളും ലഹരിമരുന്നുകളും നിരവധി വാഹനങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവർക്കൊപ്പം 14 മോട്ടോർ സൈക്കിളുകൾ, 4 കാറുകൾ, മാരകായുധങ്ങൾ, മുളകുപൊടി പോലെയുള്ള സാധനങ്ങൾ, വടിവാളുകൾ, ഇവരുടെ കൈവശം മറ്റു ചില മയക്കുമരുന്നുകൾ. ഇവർ പലരും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്, മദ്യം ഉപയോഗിക്കുന്നവരാണ്. സംഘടിത കുറ്റകൃത്യം, കവർച്ച തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ആയുധ നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലായി വൻ കവർച്ച ലക്ഷ്യമിട്ടാണ് ഇവർ പ്രവർത്തിച്ചു വന്നതെന്ന് തൃശൂർ റൂറൽ പോലീസ് മേധാവി വ്യക്തമാക്കി. പ്രതികളെക്കുറിച്ച് ചില സംശയങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 2 ഡിവൈഎസ്പിമാർക്ക് ചുമതല നൽകി അന്വേഷണം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. റിമാൻഡ് ചെയ്ത മുഴുവൻ പ്രതികളെയും ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.